വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അങ്ങനെ റയൽ മാഡ്രിഡ് ക്സാബി അലോൺസോനെ കൊണ്ടുവന്നു, ഡീൻ ഹുയ്സനെ കൊണ്ടുവന്നു, അലക്സാണ്ടർ അർണോൾഡിനെ കൊണ്ടുവന്നു. അധികം വൈകാതെ കരിയറാസിനെ കൊണ്ടുവരും. പിന്നീട് അധികം വൈകാതെ സ്റ്റില്ലറെ കൂടെ കൊണ്ടുവരുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും കരിയറാസിനെ കൊണ്ടുവരും. സ്റ്റില്ലർ കാര്യം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കരിയറാസിനെ എന്തായാലും കൊണ്ടുവരും. റയൽ നോട്ടിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഒന്ന് ഹൈജാക്ക് ചെയ്യാൻ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, നമുക്ക് ഡിസ്കസ് ചെയ്യാം റയലിൻ്റെ ഈ ഒരു പരിപാടികളെ കുറിച്ച്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സാബി അലോൺസോനെ പോലത്തെ ഒരു മാനേജറെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് സൈനിങ്. സാബി അലോൺസോ വരുന്ന സമയത്ത് നമ്മുടെ ബയർ ലെവർകൂസൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് ലീഗിൽ 17ാം സ്ഥാനത്താണ്. അവിടെ നിന്നും ടീമിനെ പൊക്കിക്കൊണ്ടുപോയിട്ട് ആൾ ഇൻവിൻസിബിൾസ് ആയിട്ട് കപ്പൊക്കെ അടിപ്പിക്കുന്നുണ്ട്. അപ്കമിങ് സീസണിൽ യൂറോപ്യൻ ഫുട്ബോളിലും ആൾ തരക്കേടില്ലാത്ത ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ലോക ഫുട്ബോളിൻ്റെ മുന്നിൽ അത്യാവശ്യം പ്രൂവൺ ആയിട്ടുള്ള ഒരു കോച്ചാണ്, അല്ലെങ്കിൽ തൻ്റെ പൊട്ടൻഷ്യൽ കാണിച്ചിട്ടുള്ള ഒരു കോച്ചാണ് സാബി അലോൺസോ എന്ന് പറയുന്നത്. പിന്നെ അലോൺസോനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആള് ഹൊസെ മൗറിഞ്ഞോൻ്റെ അണ്ടറിൽ കളിച്ചിട്ടുള്ള മനുഷ്യനാണ്, പെപ്പിൻ്റെ അണ്ടറിൽ കളിച്ചിട്ടുള്ള മനുഷ്യനാണ്. അങ്ങനെ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഒരുപാട് മാനേജേഴ്സിൻ്റെ അണ്ടറിൽ കളിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. സോ ആളുടെ നോളജ് ഒക്കെ അത്രത്തോളം ഉണ്ട്. അദ്ദേഹം കളിച്ച ഈ മാനേജർമാരുടെ ഒക്കെ അണ്ടറിൽ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു പിവറ്റ് റോൾ തന്നെയാണ് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആൾക്ക് ഗെയിമിനെ കുറിച്ച് അത്രയും ഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉണ്ട്. അപ്പം അതൊക്കെ ആൾ എപ്പോഴും ഗ്രൗണ്ടിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ആൾ വേണമെങ്കിൽ ലോ ബ്ലോക്ക് നിൽക്കാനും ഔട്ട് ആൻഡ് ഔട്ട് കയറി അറ്റാക്ക് ചെയ്യാനും ഒന്നിനും മടിയില്ലാത്ത തരത്തിലുള്ള ഒരു മാനേജറാണ്. പറയുകയാണെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാനേജറാണെന്ന് നമുക്ക് പറയാം. സോ ഒരു 5-3-2 സിസ്റ്റം അല്ലെങ്കിൽ 3-5-2 സിസ്റ്റം ഒക്കെയാണ് അവർ യൂസ് ചെയ്യാറുള്ളത്. റയലിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ട് ഒന്നും നമുക്ക് അങ്ങനെ കണ്ടു പരിചയമില്ല ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഔട്ട് ആൻഡ് ഔട്ട് ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാനേജറെ. സോ ഗുഡ് സൈനിങ് ആണ്. പിന്നെ ഈ അലോൺസോ വരുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോൺസോ ക്ലബിന്റെ മുമ്പിൽ അത്യാവശ്യം ഡിമാൻഡ് വെക്കും എന്നുള്ളതാണ്. ഇപ്പം ഇവനിവിടെ ക്ലോപ്പ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ ആഞ്ചലോട്ടി ആയിരുന്ന സമയത്താണെങ്കിലും ഇവർക്കൊന്നും അധിക ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. ഉള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള തരത്തിലുള്ള മാനേജർമാരാണ്. അല്ലെങ്കിൽ ക്ലബ്ബ് പറയുന്നതിൻ്റെ അപ്പുറം, മാനേജ്മെന്റ് പറയുന്നതിൻ്റെ അപ്പുറം ഇവരൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അലോൺസോ അങ്ങനെ ആയിരിക്കില്ല. കാര്യമായിട്ട് പ്രഷർ മാനേജ്മെന്റിന് കൊടുക്കും, എന്നിട്ട് വേണ്ട പ്ലേയേഴ്സിനെ വാങ്ങുന്നതന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ കാരിയറാസിൻ്റെ സൈനിങ്ങിന് അവിടെ പുഷ് നടക്കുന്നത്. അത് അതിൻ്റെ ഒരു ബിഗ് എക്സാമ്പിളാണ്. അതേപോലെ ഡീൻ ഹുയ്സൺ അവർ ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു. സ്റ്റില്ലർക്ക് വേണ്ടി അവർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട സൈനിങ് ആണ് ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡിൻ്റെ സൈനിങ്. അർണോൾഡിൻ്റെ സൈനിങ് ഈ ഒരു സിസ്റ്റത്തിൽ ഭയങ്കര ക്രൂഷ്യലാണ്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, അതും വേൾഡിൽ നമ്മൾ വിങ് ബാക്കുകളെ കൂട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പാസിംഗ് ക്വാളിറ്റി ഉള്ള, ഏറ്റവും നല്ല വിഷനുള്ള, സെറ്റ് പീസിൽ മിടുക്കനായിട്ടുള്ള ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറെ ഈ ഒരു സിസ്റ്റത്തിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത ബെനിഫിറ്റാണ്. എസ്പെഷ്യലി എംബാപ്പേനെ പോലത്തെ പ്ലെയേഴ്സ്, റോഡ്രിഗോനെ പോലത്തെ പ്ലെയേഴ്സ്, വിനീഷ്യസിനെ പോലത്തെ പ്ലെയറിനൊക്കെ ആ ഒരു റൈറ്റ് വൈഡ് ഏരിയയിൽ നിന്നിട്ട് എന്താ പറയുക, ഡയഗണലായിട്ട് അങ്ങോട്ടൊരു ബോൾ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്പണൻസിൻ്റെ ഡിഫൻസൊക്കെ കീറിപ്പോവും. അർണോൾഡിൻ്റെ ബോളൊക്കെ വിനീഷ്യസിലേക്ക് എംബാപ്പയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ. സോ അതൊരു ഗ്രേറ്റ് സൈനിങ് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഓൾറെഡി അർണോൾഡൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. എല്ലാ ടൂർണമെൻറ്റിലും പ്രൂവ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. UCL അടിച്ചു, പ്രീമിയർ ലീഗ് അടിച്ചു, 2 പ്രീമിയർ ലീഗ് അടിച്ചു. സോ അതും വല്ലാത്തൊരു സൈനിങ് ആയിപ്പോയി. അത് കുറേ കാലമായി നമ്മൾ വിചാരിക്കുന്ന ആൾ റയലിലെത്തും. പിന്നെ അവസാന സമയത്ത് ഇനി എങ്ങാനും ലിവർപൂൾ പിടിച്ചു നിർത്തും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. റയൽ വിചാരിച്ച പോലെ ആളെ കൂടാരത്തിൽ എത്തിച്ചു എന്നുള്ളതാണ്. പിന്നെ ഡീൻ ഹുയ്സനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതാണ്. ഡീൻ ഹുയ്സൺ അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള ഒരു സെൻറ്റർ ബാക്കാണ്. പറയുകയാണെങ്കിൽ ആള് ഒരു സീസണാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ കളിച്ചിട്ടുള്ളത്. അപ്പം അപ്കമിങ് സീസണിലേക്കൊക്കെ വരുന്ന സമയത്ത് ആളുടെ പെർഫോമൻസ് കണ്ടറിയണം. പിന്നെ ആൾ സ്പാനിഷ് ആണ്. ഓൺ ദ ബോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഏരിയലി അത്യാവശ്യം തരക്കേടില്ലാത്ത പ്ലെയറാണ്. പിന്നെ ഈ ഒരു അലോൺസോന്റെ സിസ്റ്റത്തിന് വേണ്ട ഒരു പ്രോപ്പർ സെൻറ്റർ ബാക്കാണ്, ഒരു പ്രോപ്പർ മോഡേൺ ഡേ സെൻറ്റർ ബാക്കാണ് ഡീൻ ഹുയ്സൺ എന്ന് പറയുന്നത്. ആളുടെ ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ ടോപ്പ് നോച്ചാണ്. അപ്പം അതും നല്ലൊരു സൈനിങ് ആണ്. സോ ഇതൊക്കെ എന്താ പറയുക, റയലിൻ്റെ സൈഡിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് സൈനിങ്ങുകളാണെന്ന് പറയാം. പിന്നെ കരേറാസ് എന്തായാലും ടീമിലേക്ക് എത്തും. അത് പ്രോപ്പർ ലെഫ്റ്റ് വിങ് ബാക്ക് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ഇപ്പം ആർക്കറിയില്ലെങ്കിൽ നമ്മൾ വാഴ്സ ഫാൻസിന് അറിയാലോ,
ആൾ നമുക്കെതിരൊക്കെ ആ ഒരു ബെൻഫിക്ക മാച്ചിലൊക്കെ പുറത്തെടുത്തിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഫെൻസീവ്ലി നോക്കുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിലെ മാച്ചൊക്കെ നോക്കുകയാണെങ്കിൽ യമാലിനെ ഫുള്ളായിട്ട് സൈലൻ്റ് ആക്കി നിർത്താൻ പറ്റിയിട്ടുള്ള പ്ലേയേഴ്സിൽ ഒരാളാണ് നമ്മുടെ കരേറാസ് എന്ന് പറയുന്നത്. പിന്നെ ഒഫൻസീവ്ലി ആൾ ഭയങ്കര കോൺട്രിബ്യൂഷൻ തരാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. പണ്ട് യുണൈറ്റഡിൻ്റെ പ്ലെയർ ആയിരുന്നു, പിന്നീട് ഇപ്പോൾ ബെൻഫിക്കയിലെ ആളുടെ ടേം എന്ന് പറയുന്നത് ഭയങ്കര സക്സസ്ഫുൾ ആണ്. അത്യാവശ്യം നല്ല ഇമ്പാക്റ്റ് ആൾക്ക് ടീമിന് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു സമയത്ത് ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആളെ സൈൻ ചെയ്യുമോ, ആ ബൈബാക്ക് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ലക്ഷണം നിലവിൽ കാണുന്നില്ല. ഞാൻ എന്തായാലും വിചാരിക്കുന്നത് ആള് റയൽ മാഡ്രിഡിന് വേണ്ടി സൈൻ ചെയ്യുന്നതാണ്. സോ ഇത്രയും പരിപാടികൾ വൃത്തിക്ക് റയൽ മാഡ്രിഡ് നിലവിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അവർക്കൊരു സെൻട്രൽ ബാക്കിനെ കൂടെ വേണം. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ടോപ്പ് ക്ലാസ് നമ്പർ 6 കൂടെ വേണം. അത് മിക്കവാറും അവർ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏഞ്ചലോ സ്റ്റില്ലറെ ആയിരിക്കും. സ്റ്റില്ലർ വന്ന നൈസ് ആയിരിക്കും, ടോപ്പ് ക്വാളിറ്റി പ്ലെയർ ആണ്. പിന്നെ ടോണി ക്രൂസ് സ്റ്റില്ലറെ ടീമിന് സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അത് എന്തായാലും നടക്കാൻ സാധ്യതയുള്ള സൈനിങ് ആണ് നമ്മൾ ഏഞ്ചലോ സ്റ്റില്ലറുടെ സൈനിങ്. പിന്നെ ഇപ്പോൾ മറ്റൊരു സെൻട്രൽ ബാക്ക് ചിലപ്പോൾ സാലിബ ആവുമോ, വലിയ വലിയ ചിന്തകളാണ് എല്ലാവർക്കും ഉള്ളത്. റയൽ ആയതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അവർ ആര് എപ്പോൾ എങ്ങനെ കൊണ്ടുപോയി സൈൻ ചെയ്ത് കൊണ്ടുവരുന്നു. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. അതാണ്. എനിവേ റയൽ മാഡ്രിഡ് ഡൂയിങ് റിയലി ഗുഡ് ജോബ്. പാപ്പ പെർസാൻ ടീം കുക്കിംഗ് ആണ്. അപ്പോൾ ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിലെ പോലെ എളുപ്പമായിരിക്കില്ല. അടുത്ത സീസണിൽ ഫോൾട്ടുള്ള സ്ഥലത്തൊക്കെ അവർ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാഴ്സൻ്റെ കാര്യം എന്തായാലും നമുക്ക് മല്ലോയ്ക്കുള്ള ഒരു ചാനലിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.